നമ്മളെ എന്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു? നമ്മൾ മഞ്ചേശ്വരക്കാർ, തുളുനാടിൻ്റെ മക്കൾ, സപ്തഭാഷ സംസാരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ മഹിമയുള്ള നമ്മളെ എന്തുകൊണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കേണ്ട, നമുക്ക് വേണ്ടി ശബ്ദിക്കേണ്ട, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ഭരണാധികാരി ഉദ്യോഗസ്ഥനായ നമ്മുടെ കലക്ടർ, കാസർഗോഡിൻ്റെ കലക്ടർ എന്തുകൊണ്ടിങ്ങനെ പെരുമാറി? നമ്മുടെ ജനപ്രിയ MLA AKM അഷ്റഫ്, അദ്ദേഹത്തിൻ്റെ കൂടെ സർവകക്ഷികളായ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ കലക്ടർ ഓഫീസിലേക്ക് പോയി അദ്ദേഹവുമായി സംസാരിച്ചു. എന്ത് സംസാരിച്ചു? നമ്മുടെ കുംബ്ലയിലുള്ള ടോൾ ഗേറ്റിനെ കുറിച്ച് സംസാരിച്ചു. ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ മയമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് നമ്മുടെ പ്രിയങ്കരനായ AKM MLA പറഞ്ഞത്. ഒരു നല്ല രീതിയിലുള്ള വർത്തമാനമല്ല കലക്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമ്മുടെ MLA വാർത്താ സമ്മേളനത്തിൽ ന്യൂസിൻകാരോട് പറഞ്ഞു. നമ്മുടെ ഈ കലക്ടർ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട ആളല്ലേ? അദ്ദേഹം നമ്മുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട, ടോളുമായി ബന്ധപ്പെട്ട നാഷണൽ അതോറിറ്റി NH അവരുടെ കൂടെ നിന്നാണോ സംസാരിക്കേണ്ടത്? നമ്മുടെ ബുദ്ധിമുട്ട് അവർക്ക് അറിയിക്കേണ്ടതല്ലേ ഈ കലക്ടർ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗൺമേനെ കൊണ്ട് ഇവരെ പുറത്താക്കാൻ പറഞ്ഞു? ഏത് കലക്ടറായാലും ആ കലക്ടറിന് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. അത് ആരും മറക്കരുത്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ജനപ്രതിനിധികളും ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിൽക്കേണ്ടത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന അവസരങ്ങളിൽ തീർച്ചയായും കലക്ടറിന് അറിയാം. വടക്കോട്ട് പോയാൽ നമ്മുടെ നാഷണൽ ഹൈവേ തലപ്പാടിയിലുള്ള ടോൾ പ്ലാസ, അവിടെ തന്നെ ഇപ്പോൾ എത്ര വർഷങ്ങളിലായി, 12 വർഷങ്ങളിലായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചുകൊണ്ട് സമരം ചെയ്തു. എന്നിട്ടും അങ്ങോട്ടുള്ളവർക്ക് കർണാടകയിലുള്ള 2 കിലോമീറ്റർ മാത്രമാണ് ഫ്രീ ആക്കിയത്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. വടക്കോട്ട് പോകുമ്പോഴും തലപ്പാടിയിൽ ടോൾ ഗേറ്റ് അടച്ചുകൊണ്ട് ഞങ്ങൾ പോകണം. നമ്മുടെ കേരളത്തിലേക്ക് സഞ്ചരിക്കുന്നതാണെങ്കിൽ അവിടെയും ടോൾ കൊടുക്കണമെന്നുള്ള രീതിയിൽ അവിടെ ടോൾ പ്ലാസ പണിതു. അതിപ്പോൾ സ്റ്റാർട്ടാക്കുമെന്നുള്ള രീതിയിൽ ഇപ്പോൾ പോകുന്നു. ഈ പ്രശ്നം, കുംബ്ലയുടെ ടോൾ ഗേറ്റിൻ്റെ പ്രശ്നം കോടതിയിലാണ്. കോടതിയുടെ പരിഗണനയിലുള്ള പെട്ടെന്ന് അതിൻ്റെ ഒരു ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് നമ്മുടെ കലക്ടർ ധൃതി പിടിച്ച് നമ്മുടെ ജനപ്രതിനിധികളോട് അപമര്യാദയായി സംസാരിച്ചു, നാഷണൽ ഹൈവേക്ക് സപ്പോർട്ടായി സംസാരിച്ചു എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. ഇത് മറുപടി തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ CCTVയിലൊക്കെ പരിശോധിച്ചാൽ അദ്ദേഹം നമ്മുടെ ജനപ്രതിനിധികളോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് മനസ്സിലാക്കാം. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ പാടില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട ആളാണ് ഒരു ജില്ലയിലെ ജില്ലാ കലക്ടർ. സപ്തഭാഷാ സംഘം ഭൂമി, തുളുനാട്, എല്ലാ ഭാഷകൾ സംസാരിക്കുന്നവർ ഞങ്ങളോട് എന്തിനെ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നു? കലക്ടറിനോടുള്ള ചോദ്യം. ചെക്കുത്താൻ്റെയും നടുകടലിൻ്റെയും ഇടയിൽപ്പെട്ടവരെ പോലെയായി നമ്മൾ മഞ്ചേശ്വരക്കാർ. ഇതിന് കൃത്യമായി കലക്ടർ മറുപടി പറയണം. നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഈ ഉദ്യോഗസ്ഥനോടും എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിങ്ങൾ ശമ്പളമാകുന്നു. അതുകൊണ്ട് ചെറിയ കൂറൊക്കെ ജനങ്ങളോട് കാണിക്കണം. ഞങ്ങളുടെ ജനപ്രതിനിധികൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ, രാഷ്ട്രീയ പാർട്ടികൾ, സർവകക്ഷികൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരോട് മാന്യമായി സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നതാണ് നിങ്ങൾ അറിയിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ സഹോദരന്മാർ ക്രിസ്മസ് ദിനം ആഘോഷിക്കുന്നു. നല്ലൊരു സന്ദേശത്തിൻ്റെ ദിനം കൂടിയാണ് ക്രിസ്മസ്. എല്ലാ ക്രിസ്മസ് ആഘോഷിക്കുന്ന സഹോദരന്മാർക്കും ആശംസകളും അറിയിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തുകൊണ്ട് ഈ ഇളയവനെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.